പകല് മുഴുവൻ വെറുതെ ഇരുന്ന് രാത്രി ആവാനാകുമ്പോഴേക്കും ഞാൻ തുടങ്ങും ട്ടോ അടിച്ചുവാരലും, ക്ലീനിങ്ങും. ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും എന്റെ എല്ലാ പണികളും അങ്ങ്. ഇവൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇങ്ങനെ ഇരുന്ന് ടിവിയും കണ്ടിരുന്നാ മതി. ഇവക്ക് മാത്രമല്ല ഇവളുടെ അച്ഛനും. ഇയാൾക്ക് ഇവിടെ എപ്പം നോക്കിയാലും ഹൈഡി കാണണം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് എന്റെ ക്ലീനിങ്ങുകളും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു ട്ടോ. അത് കഴിഞ്ഞ് തനക്കുട്ടിക്ക് നേരെ കഞ്ഞിയും കൊടുത്തു. അങ്ങനെ മടി പിടിച്ച് ഇന്നത്തെ എന്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടോ. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും രാത്രിത്തെ എന്റെ സ്കിൻ കെയർ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. കുറച്ച് ദിവസമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ കംപ്ലീറ്റ് ഇതാണ് ചോദ്യം. ചേച്ചിന്റെ പിഗ്മെന്റേഷൻ എങ്ങനെ മാറി? അൺഈവൻ സ്കിൻ ടോൺ എങ്ങനെ മാറി എന്നുള്ളത്. ഒരുപാട് പേര് ഇതേ മെലാഗ്ലോ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കാലം അത് യൂസ് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ. മെലാഗ്ലോ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരില്ല. അതുകൊണ്ട് എനിക്ക് അത് തീരെ ഇഷ്ടമായില്ല. ഓൺലൈനിൽ ഇതിനെ പറ്റി ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേം ഡോക്കിന്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതിൽ നയാസിനമൈഡും അൽഫ ആർബുട്ടിനും ഉണ്ട്. ഇത് 3 എക്സ്പേർട്ട് നൈറ്റ് ക്രീം ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് സേഫ് ആണ്. നമ്മുടെ സ്കിൻ നല്ല ജെന്റലി ആക്കുകയും ചെയ്യും. ഒറ്റ നൈറ്റ് കൊണ്ട് തന്നെ സ്റ്റെപ്പ് ബോൺ പിഗ്മെന്റേഷൻ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇത് ഫേഡ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കിയ ഒരു ഹെൽത്തി ഗ്ലാസ് ഗ്ലോ നമുക്ക് തരും. ഫാർമകോജിക് ആസിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ അലർജി ലോ ആണ്. ഇതിൽ 10x റൈസ് വാട്ടർ ഇൻഫ്യൂസ്ഡ് ആണ്, പ്ലസ് നാച്ചുറൽ ആക്റ്റീവ്സ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ഇപ്പൊ എന്റെ സ്കിന്നിന്റെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു കോജിക് ആസിഡ് നൈറ്റ് ക്രീം വാങ്ങുന്നതിന് purple.com-ലോ അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലോ മതി. നിങ്ങൾ ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിയിൽ ഓർഡർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഞാൻ നേരെ പോയിട്ട് ഉറങ്ങട്ടെ. ഏതായാലും ഈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.